ഇതുണ്ട്, നിധിയുണ്ട്. എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യപ്പൻ കോവിലുണ്ട്. അയ്യപ്പൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ സംഭവം പറഞ്ഞത്. എപ്പോഴും കൗതുകമാണ് നമുക്ക് അതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന്. അപ്പോൾ അതിനകത്തുള്ളത് എടുത്തിട്ട് ഒരു ഫ്രീ എക്സിബിഷൻ പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ ഉണ്ടായിരുന്നാൽ മതി, കാണാൻ മാത്രമല്ല ഭഗവാന്റെ സ്വർണം, ഭഗവാന്റെ നിക്ഷേപങ്ങളൊക്കെ അതിലാണ്. ഭഗവാന്റെ ഒരുപാട് ഗോൾഡ് സംഭവങ്ങളൊക്കെ. കടലിൽ സുനാമി വരുമെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. നിലവറയ്ക്കകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത് അവർ ഗോൾഡ് രത്നങ്ങൾ വൈഡൂര്യങ്ങളൊക്കെയാണ് പറയണത്. കൊട്ടാരത്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെന്താണ് അതെല്ലാം പടത്തിൽ മാത്രം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് തുറന്നാലേ പറ്റും. അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തുറന്നതാണ്. ശരീരത്തിന് തുറന്നിട്ടില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി നിലവറ. നിലവറയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ എന്താണെന്നും അത് തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചറിയാം. ബി നിലവറ എന്ന് പറയുന്നത്, അപ്പോൾ അത് തുറന്നാല് കേരളത്തിലാകെ ഫ്ലഡ് വരും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതിൽ വിശ്വസിക്കേണ്ടത്? അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് ഇപ്പോഴും നമുക്കൊരു മിസ്റ്ററി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതിനകത്തുള്ളത് എപ്പോഴും കൗതുകമാണ് നമുക്ക് അതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന്. അപ്പോൾ അതിനകത്തുള്ളത് എടുത്തിട്ട് ഒരു ഫ്രീ എക്സിബിഷൻ പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പറയുന്ന മിത്തനുസരിച്ചിട്ട് നാഗത്തിൻ്റെയൊക്കെ എന്നല്ലേ പറയുന്നത്. അതിൻ്റെ സൗണ്ട് പ്രൂഫൊക്കെ വെച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യണതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അന്നത്തെ ആർക്കിടെക്ചർ ആണല്ലോ അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തുറക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ ഇവിടെ ആർക്കും ഇല്ല. അത്രേ ഉള്ളൂ. അത് തുറന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സ്വർണ്ണമല്ലേ ഇരിക്കണം, അവിടെ വെള്ളം പൊക്കണെന്തിനെ? വെള്ളം പൊങ്ങൂലല്ലോ. അല്ല, തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആരും പറയൂല. സ്വർണ്ണം ഇരിക്കണം, അതില് വെള്ളം വരും എന്ന് പറഞ്ഞാൽ അതെന്തോന്ന് വെള്ളത്തിലാവട്ടെ വെച്ചേക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, വിശ്വാസമാണ് അവിടെ ഉണ്ടെന്ന്. തുറക്കുമ്പോൾ ഉണ്ടായിരുന്നാ മതി. തുറന്ന് കാണാനുള്ള ആഗ്രഹം പിന്നെ ഒരുപാടുണ്ട്. കാണാൻ മാത്രമല്ല, അതിൽ നിന്ന് ഒരുപിടി വാരിക്കൊണ്ടു പോകാനും ആഗ്രഹമുണ്ട്. കിട്ടിയാലല്ലേ തന്നാലല്ലേ. അതെന്താ കിട്ടിയാലല്ലേ തരൂ. അവർ ചെന്ന് കൊടുക്കട്ടെ. ആർക്കാണ് സ്വർണ്ണം ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കും. നമുക്ക് തന്നാൽ നമ്മളെ കയറ്റും അങ്ങോട്ടില്ല. അതൊക്കെ ഇപ്പൊ അടച്ചു മൂടി വെച്ചേക്കാണ് 2014 ശേഷം. 2014 അടച്ചത്. അപ്പോഴാണല്ലോ ഇത് കണ്ടുപിടിച്ചത്. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഒരു പ്രസിദ്ധമായിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ അറിഞ്ഞത് അപ്പോഴാണ്. അത് മുതൽ പിന്നെ അത് എവിടെയാണെന്നും ആർക്കും അറിയില്ല. അത് ബാങ്ക് അങ്ങനെ വേറെ മതിലൊക്കെ കെട്ടി അടച്ചിരിക്കുകയാണ്. പിന്നെ ബ്ലാക്ക് ആറ്റും ഉണ്ട്. ഇപ്പൊ ഈ പത്മനാഭ ക്ഷേത്രത്തില് ബി നിലവറയെ പറ്റിട്ടൊക്കെ അറിയില്ലേ? എന്തോ ബി നിലവറ? നിലവറയെ പറ്റിയൊന്നും അറിയില്ല. ഇങ്ങനെ കേട്ടിട്ടൊന്നുള്ളൂ, പത്രത്തിൽ കൂടെ അറിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. അല്ല, അത് തുറന്നു കഴിഞ്ഞാല് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊന്നും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. ഭഗവാന്റെ സ്വർണം, ഭഗവാന്റെ നിക്ഷേപങ്ങളൊക്കെ അതിലാന്ന് കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ ഒരുപാട് ഗോൾഡ് സംഭവങ്ങളൊക്കെ അതിനുള്ളിലാണല്ലേ. അപ്പൊ ഈ നിലവറയുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? അതറിയില്ല. ഭഗവാന്റെ സമ്പത്തുകളൊക്കെ ഗോൾഡായിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അത് തുറന്നു കഴിഞ്ഞാല് ഇപ്പൊ കേരളത്തില് വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തോ നാശങ്ങളായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഈ നിലവറ പുരാതനമായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ 7 നിലവറ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ നിലവറ ദുരൂഹത നിറഞ്ഞ ഒരു നിലവറയെന്ന് ആണ് പറയപ്പെടുന്നത്. ആ നിലവറയ്ക്കകത്ത് നാഗബന്ധനം ഉണ്ടെന്ന് പറയുന്നു. നാഗബന്ധന ലോക്കെട്ടാണ് അത് പൂട്ടിക്കുകയെന്ന് പറയുന്നു. പിന്നെ അല്ലാതെ ശബ്ദതരംഗ പൂട്ടാണ് അതിലുള്ളതെന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് പുറലോകത്ത് ആർക്കും അറിയത്തില്ല. അത് എല്ലാവരും പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എനിക്കും അതേ ഉള്ളൂ. പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ കടലിൽ സുനാമി വരുമെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതിന് തുറക്കാതിരിക്കാൻ പറയുന്നതായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല, കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ബി നിലവറയുടെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ബി നിലവറയ്ക്കകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത് അവർ ഗോൾഡ്
രത്നങ്ങളും വൈഡൂര്യങ്ങളൊക്കെയാണ് പറയണത് എന്നാണ് പറയുന്നത്. അത് ഇനി ക്ഷേത്രത്തിൽ സംബന്ധമായ പൂജാ കർമ്മ സാധനങ്ങളോ പിന്നെ ഈ താളിയോലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തോ ഒരു സ്പെഷ്യൽ അതിനകത്തുണ്ട്. ആ ബി നിലവറയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഇതുവരെയും പുറത്ത് ആർക്കും അറിയത്തില്ല. അതിപ്പോൾ ഈ പറയുന്ന പഴയ ആൾക്കാർക്ക് പോലും പറയാൻ പറ്റത്തില്ല. ആ ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. കൊട്ടാരത്തിരിക്കുന്നവർക്കും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അതെല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് തുറന്നാലേ പറ്റുള്ളൂ. അത് എത്രയും വർഷങ്ങൾക്ക് മുമ്പ് തുറന്നതാണ്. അതിനുശേഷം ഇതുവരെയും തുറന്നിട്ടില്ല. അന്നത്തെ കാലത്ത് തുറന്ന സമയത്തുള്ള ആൾക്കാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പം അത് തുറന്നാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കൊട്ടാരത്തിലുള്ള പഴയ അവർക്കൊക്കെ അറിയാമായിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടോ 60 താളിവേലയിലൊക്കെ എഴുതി വെച്ചേക്കണയൊക്കെ വെച്ച് അവർക്കൊക്കെ കുറച്ചറിയാമായിരിക്കും. കൃത്യമായിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പല നിഗൂഢതകളും പല കാര്യങ്ങളും പല രീതിയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞൂടാ. തുറന്ന് കാണാനുള്ളൊരു ചാൻസ് കിട്ടിയാ തുറന്ന് കാണാനുള്ള ചാൻസ് കിട്ടിയ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അത് ആഗ്രഹിക്കുന്നതാണല്ലോ, ഞാൻ ഉൾപ്പെടെ. പക്ഷെ അത് കാണിക്കാൻ സാധ്യതയില്ല, തുറക്കാനും സാധ്യതയില്ലെന്നാണ്. നമ്മൾ ഭഗവാനെ ഇപ്പം തൊഴാൻ പോലും നമുക്ക് പറ്റില്ല. കുട്ടിക്കാലത്ത് കയറി തൊഴുതുകൊണ്ട് ഇതാണ്. ഇപ്പം ഭഗവാനെ കാണാൻ പോകാൻ പോലും പറ്റുന്നില്ല. ഈ ടൂറിസ്റ്റുകളായതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട്, നിലവറേന്റെ കാര്യങ്ങളൊക്കെ? പിന്നെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യപ്പൻ കോവിലുണ്ട്. അയ്യപ്പൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ സംഭവം പറഞ്ഞത്, നിലവറ. എൻ്റെ അമ്മൂമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മ എന്താ പറഞ്ഞിട്ടുള്ളത്? അതേ ഇതുണ്ട്, നിധിയുണ്ട്. അമ്പലപ്പുഴം ഉണ്ടോ? അയ്യപ്പന്റെ അമ്പലം എവിടെ? ഇപ്പോഴും ഉണ്ട്. അയ്യപ്പൻ്റെ അമ്പലം ഇപ്പോഴും ഉണ്ട്. തെക്കേ തടയിൽ. അതിലൂടെയാണോ നിധിയിലേക്കുള്ള? അല്ല അതിലെ കൂടെ തുരങ്കമുണ്ട്, വഴിയുണ്ട്. അപ്പം അതുവഴിയാണെന്ന് എൻ്റെ അമ്മൂമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ടാ. ശരിയാണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോഴും എന്തായാലും കണ്ടുപിടിച്ചു സത്യം. എൻ്റെ അമ്മൂമ്മയൊക്കെ എൻ്റെ അമ്മൂമ്മ, എൻ്റെ അമ്മ, ഞാൻ വരാം. ഇത് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഭഗവാന്റെ അടുത്ത് പോവാത്തത്. ഞാൻ തിരക്ക് അതുകൊണ്ട് പോവാത്തത്. നമ്മളെല്ലാം അവിടെ പൊയ്ക്കൊണ്ടിരുന്ന കാര്യമാണ്.